എല്ലാവർക്കും IOMൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സ് ആണ്. സെമസ്റ്റർ 1, അതിൽ മൊഡ്യൂൾ 1 കോംപ്ലക്സ് നമ്പർ ആൻഡ് കോർഡിനേറ്റ് ജിയോമെട്രി. അതിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ലാസ്റ്റ് സെക്ഷനിലോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൽ എക്സസൈസ് 1A ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദി മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന് മോഡുലസും സെക്കൻഡ് വൺ എന്താ ആംപ്ലിറ്റ്യൂഡ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മോഡ് ഇസഡ് അല്ലേ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, തീറ്റ, അതായത് ആംഗിളാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 + 12y ആണ്. 5 + 12y. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡുലസ് നമുക്ക് അതിന് ഇസഡ് എന്ന് കൊടുക്കാം കേട്ടോ. ഇസഡ് ഈക്വൽ ടു 5 + 12y. അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡ് ഇസഡ് ആണ്. √5² + 12². √5² എത്രയാണ്ടാ, 25 + 12² എത്രയാണ്, 144. 5 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, √169. √169 വാല്യൂ എത്രയാണ്ടാ, 13 ആണ്. അപ്പോൾ ഇവിടുത്തെ മോഡുലസ് എന്താണ്, 13. നെക്സ്റ്റ് വൺ ആംപ്ലിറ്റ്യൂഡ് ചോദിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ എടുക്കും, ആംപ്ലിറ്റ്യൂഡ് വളരെ ഈസിയാണ്. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, tan θ ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, tan θ ഈക്വൽ ടു b/a ആണ്. അപ്പോൾ tan θ ഈക്വൽ ടു, ഇവിടെ ബിക്ക് പകരം ആരാണ്ട, ബിക്ക് പകരം 12 ആണല്ലേ. അപ്പോൾ 12/aക്ക് പകരം ആരാണ്, എക്ക് പകരം 5 ആണ്. 12/5. അങ്ങനെ തീറ്റ എന്തായിരിക്കും ഞാൻ പറഞ്ഞിട്ടോ, എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 12/5 ആകുന്നത് നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ ഡയറക്റ്റ് തീറ്റയാണ് നമുക്ക് വേണ്ടത്, അതായത് ആംപ്ലിറ്റ്യൂഡാണ് വേണ്ടത്. അപ്പോൾ ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറൂടാ, അത് ടാൻ ഇൻവേഴ്സ് ആയിട്ട് മാറും. ടാൻ ഇൻവേഴ്സ് 12/5. അത്രയും മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. 1 + √8i. അപ്പോൾ അതിൽ മോഡ് സെറ്റ് എന്തായിരിക്കും, മോഡ് സെറ്റ് ഈക്വൽ ടു √a². a എന്ന് പറഞ്ഞാൽ 1² + b എന്ന് പറഞ്ഞാൽ ആരാണ്ട, √8² അല്ലേ. അപ്പോൾ √1² വാല്യൂ എത്രയാണ്, 1. ഇവിടെ സ്ക്വയർ റൂട്ട് അടുത്ത് നിന്ന് ക്യാൻസലായി പോയി, 8 എന്ന് വരും അല്ലേ. 1 + 8 എത്രയാണ്ട, √9. √9ൻ്റെ വാല്യൂ എത്രയാണ്ട, 3 ആണ്. അപ്പോൾ അവിടുത്തെ മോഡുലസ് വാല്യൂ എത്രയാണ്, 3 ആണ്. നമുക്ക് അടുത്ത് വേണ്ട എന്താണ്, ആംപ്ലിറ്റ്യൂഡാണ്. ഇവിടെ ചാടിക്കറി പോളാർ ഫോം ഒന്നും ഇടാൻ നിൽക്കരുത്, നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. നമുക്കിവിടെ എന്താണ്, മോഡുലസും ആംപ്ലിറ്റ്യൂഡും മാത്രം കണ്ടുപിടിക്കാൻ മാത്രമേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ട ഏതാണ്, ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ tan θ ഈക്വൽ ടു എന്താണ്, tan θ ഈക്വൽ ടു b/a. അതായത് tan θ ഈക്വൽ ടു, ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ √8 ആണ് അല്ലേ. അപ്പോൾ √8/a എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ, 1 ആണ്. അതായത് √8/1 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്, tan θ ഈക്വൽ ടു √8. നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. തീറ്റ ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു ടാൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ടാൻ ഇൻവേഴ്സ് അല്ലേ. ടാൻ ഇൻവേഴ്സ് √8 എന്ന് മാത്രം എഴുതി എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് √8 ആണ്. അവിടെ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, Z ഈക്വൽ ടു -3 -3a ആണ് അല്ലേ. അപ്പം മോഡ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മോഡ് സെറ്റ് √-3² അല്ലേ. -3² + -3² is equal to √-3² എത്രയുണ്ടാ, 9 അല്ലേ. 9 + -3² 9. അപ്പോൾ നമുക്ക് എത്രയായിട്ട്, √80 മതി. എത്രയും മതി, √80. വീണ്ടും അതിനെ കൂടുതൽ സോൾവ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട, ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം, √80. നെക്സ്റ്റ് അടുത്ത് നമുക്ക് വേണ്ട ആംപ്ലിറ്റ്യൂഡ് ആണല്ലേ. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, tan θ ഈക്വൽ ടു എന്താണ് പറഞ്ഞു, b/a. അപ്പോൾ tan θ ഈക്വൽ ടു ബിക്ക് ഇക്വലൻ്റ് ആരാണ്ട, ബിക്ക് ഇക്വലൻ്റ് ആരാണ്, ഇത് എ, ഇതെന്താണ്ട ബി. രണ്ടും -3 ആണല്ലേ. അപ്പോൾ -3/-3. അപ്പോൾ -3/-3 ആൻസർ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും അല്ലേ. -3 -3 ക്യാൻസലായി പോവും, 1 എന്ന് കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പെട്ടെന്ന് ഹാപ്പി ആയി. tan θ ഈക്വൽ ടു 1. എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1 ആകുന്നത്, θ ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് എഴുതി നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. -3 എന്നാണ്. അതായത് നമ്മളതിനെ ക്വാഡ്രൻ്റ് ആക്കുമ്പോൾ എന്താണ്, പോയിൻ്റ് ഏതായിരിക്കും, -3, -3 ആയിരിക്കും.
ഇപ്പോൾ -3, -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രൻ്റാണ്ടാ? ഇത് എക്സ് ഡാഷ് വൈ ഡാഷ് അല്ലേ? എക്സ് വാല്യൂ മൈനസ് ആണ്. അപ്പോൾ എക്സ് വാല്യൂ മൈനസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും? ഈ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും അല്ലേ? ഈ ലെഫ്റ്റ് സൈഡിലോട്ട് അല്ലേ? ഇങ്ങോട്ടായിരിക്കും. അതുപോലെ വൈ വാല്യൂ മൈനസ് ആണ്. അപ്പോൾ അതെങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പ്ലേസ് ഏതാണ്ടാ? ഈ ഒരു പ്ലേസ് ആണ്. ഈ പ്ലേസ് ഏതാണ്ടാ? തേർഡ് പ്ലേസ് ഏതാണ്ടാ? തേർഡ് ക്വാഡ്രൻ്റ്. ഏതാണ്ട് തേർഡ് ക്വാഡ്രൻ്റ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി? എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? -180 പ്ലസ് തീറ്റയാണ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? -180 പ്ലസ് തീറ്റയാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് 180 മൈനസ് തീറ്റ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് നമ്മൾ എന്താണ്? തീറ്റ ചെയ്താൽ മതി. ഇത് ഫസ്റ്റ്, ഇതെന്താണ്? സെക്കൻഡ് അല്ലേ? ഇതെന്താണ്? തേർഡ്, ഇതെന്താണ്? ഫോർത്തിലാണെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? അതിനെ മൈനസ് തീറ്റ എന്ന് എടുത്താൽ മതി. ഇത് ഇപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആയത് കാരണം യഥാർത്ഥ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു എന്തായിരിക്കും? -180 പ്ലസ് 45. -180 പ്ലസ് 45 എത്രയാണ്ടാ? -135 ഡിഗ്രിയാണ് ഇവിടുത്തെ യഥാർത്ഥ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി കോൺജുഗേറ്റ് കണ്ടുപിടിക്കുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 2 + 4i. അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും ഇവിടെ? നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരിക്കും അതിൻ്റെ കോൺജുഗേറ്റ്? എന്തായിരിക്കും? 2 - 4i അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് -6 - 5i ആണ്. -6 - 5 അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? -6 പ്ലസ് എന്താണ്ടാ? 5i അല്ലേ? നടുക്കുള്ള സിമ്പിൾ മാത്രം ചേഞ്ച് ആവും. തേർഡ് ക്വസ്റ്റ്യൻ 8 - i ആണ്. അപ്പോൾ 8 - i ആണെങ്കിൽ എൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? 8 + i അല്ലേ? ഏതാണ്ട് 8 + i. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്ടാ? 6i ആണ്. 6i നമുക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് വേണമെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആക്കാൻ വേണ്ടി 0 + 6i എന്ന് എഴുതാം അല്ലേ? അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? നടുക്കുള്ള പ്ലസ് മാറി അവിടെ എന്ത് വരും? -6i എന്നാവും. 0 - 6i. നെക്സ്റ്റ് വൺ എന്താണ്? -i. എന്താണ്ടാ? -i. അതും ഇതുപോലെ തന്നെയാണ്. -i നമുക്ക് എങ്ങനെ മാറ്റാം? 0 - i അല്ലേ? അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്താ കൂടാ? മൈനസ് മാറി അവിടെ പ്ലസ് ആവും. 0 + i. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്ടാ? 6i -i. അടുത്ത ക്വസ്റ്റ്യൻ വെറും i ആണ്. അപ്പം വെറും i ആണെങ്കിൽ എന്തായിരിക്കും? 0 + i. 0 + i എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? 0 - i. എടാ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് a + 7i = 5 + bi, ഫൈൻഡ് a ആൻഡ് b അല്ലേ? a + 7i = എന്താണ്ടാ? 5 + bi. വളരെ ഈസിയാണ്. ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്ട്? ഇവിടുത്തെ റിയൽ പാർട്ട് a ആണ്. അപ്പോൾ a = ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്? 5 ആണ്. അപ്പോൾ a = 5. അടുത്തത് നമുക്ക് b ആണ് വേണ്ടത്. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ആരാണ്ടാ? 7 ആണ്. ഇവിടെ ഇമാജിനറി പാർട്ട് ആരാണ്? b ആണല്ലേ? അപ്പം b = എന്താണ്? 7. വളരെ ഈസിയാണ്. അവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് 6i = a + 6i, ഫൈൻഡ് a. അപ്പോൾ 6i എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് കോംപ്ലക്സ് നമ്പർ ആക്കുകയാണെങ്കിൽ എന്താണ്ടാ? 0 + 6i = ഇവിടെ ആരാണ്ടാ? a + 6i അല്ലേ? അപ്പോൾ ഇവിടുത്തെ എന്താണ് റിയൽ പാർട്ട് ആരാണ്? 0യും ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്ടാ? എയും ആണ്. അപ്പോൾ എയുടെ ആൻസർ എന്താണ്ടാ? 0 ആണ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് 2 = a + bi, ഫൈൻഡ് a ആൻഡ് bi. ഇപ്പോൾ 2 എന്ന് പറയുന്ന 2നെ നമുക്ക് എങ്ങനെ കോംപ്ലക്സ് നമ്പർ ആക്കി എഴുതാം? 2 + 0i = a + bi അല്ലേ? അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്? 2. ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്? a ആണ് അല്ലേ? അപ്പോൾ a = എന്താണ്ട? a = 2. ഇനി ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ആരാണ്? 0യും ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ആരാണ്ട? ബിയും ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? b = എന്താണ്? 0. വളരെ ഈസി ക്വസ്റ്റ്യൻ. എടാ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ആഡ് ദി ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 + 3i, 1 + i. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? വളരെ ഈസിയാണ്. 2 + 3i + 1 + i. ഇപ്പോൾ റിയൽ പാർട്ട് 2 + 1 എത്രയാണ്ടാ? 3 അല്ലേ? 3. അടുത്തത് 3i + i. 3i + i എന്താണ്ടാ? 4i. അപ്പോൾ 3 + 4i. നെക്സ്റ്റ് വൺ അതിലെ സെക്കൻഡ് പാർട്ട് ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ 5, 3 + 2i. വളരെ ഈസിയാണ്. എങ്ങനെ ആഡ് ചെയ്യും നമ്മൾ? 5 + 3 + 2i അല്ലേ? അപ്പോൾ 5 + 3 എത്രയാണ്? 8
8+2i. വളരെ ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ 1+i, 1 - i. എങ്ങനെ ആഡ് ചെയ്യും? 1+i + 1 - i. ഇവിടെ ഈ +i -i കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം അല്ലേ? ബാക്കി 1 + 1 എന്താണ് ആൻസർ? 2 എന്നുള്ള ആൻസർ കിട്ടും. 2. അടുത്ത ക്വസ്റ്റ്യൻ ഡി പാർട്ട് ക്വസ്റ്റ്യൻ. ഡി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. -1 + 10i, -1 + 10i, -5 - 5i. വളരെ ഈസിയാണ്. എങ്ങനെ ആഡ് ചെയ്യും? -1 + 10i + -5 - 5i. ഇവിടെ ഈ പ്ലസ് ജോയിൻ ചെയ്യുമ്പോൾ എന്താകൂടാ? പ്ലസും മൈനസും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഈ പ്ലസ് മൈനസ് കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എന്തായിട്ട് മാറും? മൈനസായിട്ട് മാറും. ഇവിടെ ചുരുക്കം പറഞ്ഞ ആൻസർ എന്തായിട്ട് മാറും? ഇത് പ്ലസ് മൈനസ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ആൻസർ എന്താണ്? മൈനസാണ്. മൈനസ്. ഞാൻ ഒരുമിച്ച് എന്താണ് മൈനസ് എന്ന് എഴുതുകയാണേ, മൈനസാക്കി. അപ്പോൾ ബാക്കി -1 - 5 എന്തായിരിക്കും? -1 - 5 എന്തായിരിക്കും ഇവിടെ ആൻസർ? -6 ആണ്. അതുപോലെ 10i + 10i അല്ലേ? 10i - 5i അല്ലെങ്കിൽ 10 - 5. 10 - 5 എത്ര വേണ്ട? 5 ആണല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം +5i. വെരി ഈസി. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സബ്ട്രാക്ട് 8 + i ഫ്രം 10 + 2i അല്ലേ? വളരെ ഈസിയാണ്. 10 + 2iയിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? 8 + i മൈനസ് ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോകരുത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? 10 + 2i, ഈ മൈനസ് തീർക്കുമ്പോൾ +8 എന്താവൂടാ? -8 ആവും. +i എന്താവും? -i ആവും അല്ലേ? അപ്പോൾ 10 - 8. 10 - 8 എത്ര വേണ്ട? 2 ആണ്. അടുത്ത 2i - i. 2i - i. 2i എന്നൊരു i പോയി എത്ര വേണ്ട? ഒരു i ഉള്ളൂ. പിന്നെ 2 + i. വളരെ ഈസിയാണ്. അടുത്ത i ഫ്രം 2 - i അല്ലേ? 2 - iയിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? i മൈനസ് ചെയ്യണം. ഇവിടെ ഞാൻ എന്താണ് ഐക്ക് ബ്രാക്കറ്റ് കൊടുക്കുന്നില്ല, കാരണം i എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ -i - i 2നോടൊപ്പം ചെയ്യാൻ വേറെ നമ്പറൊന്നുമില്ല അല്ലേ? ഇപ്പോൾ 2 എന്താണ്? 2 ആയിട്ട് തന്നെ വയ്ക്കുക. -i - i അതായത് -1 - 1 ആൻസർ എന്താണ്ടാ? -2. അപ്പോൾ -2i. അതിലടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേട്ടാ. 6i ഫ്രം -5 - 5i അല്ലേ? അതായത് -5 - 5iയിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? 6i മൈനസ് ചെയ്യണം. ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ എന്താണ് ഒറ്റ ടൈമേ ഉള്ളൂ അല്ലേ? -5നോട് എന്താണ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒരു നമ്പറുമില്ല. -5 സിംഗിളാണ്. അപ്പോൾ -5 എന്ത് ചെയ്യുക? അതുപോലെ തന്നെ എഴുതുക. നെക്സ്റ്റ് വൺ -5i - 6i. എടാ -5 - 6 എത്രയാണ് ആൻസർ? -5 - 6 എത്രയാണ്? -11 ആണ്. എത്രയാണ്? -11. അപ്പോൾ -11i. -11i. -5 - 11i. നെക്സ്റ്റ് വൺ 3 - 4i ഫ്രം 5 + 12i അല്ലേ? അപ്പോൾ 5 + 12iയിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? 3 - 4i മൈനസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഉറപ്പായിട്ട് എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് ഉറപ്പായിട്ടും കൊടുക്കാൻ വിട്ടുപോകല്. ബ്രാക്കറ്റ് ഉറപ്പായിട്ട് കൊടുക്കണം. ഇനി എങ്ങനെയാണ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നത്? എങ്ങനെയാണ്? 5 + 12i എഴുതും. ഈ മൈനസ് ആദ്യം 3ക്ക് കൊടുക്കും അല്ലേ? അപ്പോൾ അത് -3 ആവും. അതുപോലെ ഈ -4i കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് +4i ആവും. നെക്സ്റ്റ് 5ൽ നിന്ന് നമുക്ക് 3 മൈനസ് ചെയ്യാം. 5 - 3 എത്രയാണ് ആൻസർ? 2. നെക്സ്റ്റ് വൺ 12i + 4i. 12 + 4 എത്രയാണ്? 16i. അപ്പോൾ 2 + 16i. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 2 + 3i ഫ്രം 4 + 2i അല്ലേ? 4 + 2iയിൽ നിന്ന് നമുക്ക് ആരെ മൈനസ് ചെയ്യണം? 2 + 3i മൈനസ് ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുക്കണം അല്ലേ? അപ്പോൾ 4 + 2i എങ്ങനെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യും? -2ന് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? -2. അതുപോലെ 3iക്ക് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് -3i. നെക്സ്റ്റ് 4 - 2. 4 - 2 എത്രയാണ് ആൻസർ? 2. അടുത്ത 2i - 3i. 2 - 3 എത്രയാണ് ആൻസർ? -1. -1i എന്ന് എഴുതണ്ട, നമുക്ക് -i എന്ന് എഴുതിയാൽ മതി. 2 - i. സംഭവം തീർന്നു അവിടെ. 2 - i. നെക്സ്റ്റ് ഇവിടെ 2 - 3i ഫ്രം 2 + 3i. അപ്പോൾ 2 + 3i അതുപോലെ എഴുതി. -2 - 3. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റ് കൊടുക്കണം അല്ലേ? അപ്പോൾ ഈ മൈനസ് അത് കൊടുക്കുമ്പോൾ 2 + 3i അതുപോലെ എഴുതുക. ഈ -2ന് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് -2 ആവും. -3i എന്തായിട്ട് മാറും? +3i.
അപ്പോൾ ഈ +2 -2 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 3i + 3i എന്താണ്ടാ 6i. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനാണ്. മൾട്ടിപ്ലൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 + 6i, 3 + 2i. എങ്ങനെ ചെയ്യൂടാ? 5 + 6i ഇൻറ്റു അല്ലേ 3 + 2i. ഇവിടെ ഇൻറ്റുവിൻ്റെ സിമ്പിൾ ഇടേണ്ട ആവശ്യമില്ല. രണ്ട് ബ്രാക്കറ്റുകൾക്കിടയിൽ ഈ ഒരു പോയിന്റിൽ എന്തായിരിക്കും ഇവിടെ? അവിടെ ഇൻറ്റു തന്നെ ആയിരിക്കും. നമ്മളിനി ഇൻറ്റു ഇടേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ 5 × 3 എത്രയാണ്ടാ 15. 5 × 2i 5 × 2 എത്രയാണ് +10 10i. നെക്സ്റ്റ് 6i × 3 6 × 3 എത്രയാണ്ടാ 18i. നെക്സ്റ്റ് 6i × 2i 6 × 2 എത്രയാണ്ടാ 6 × 2 12i². i × i എന്താണ്ടാ i². അപ്പോൾ 15 അതുപോലെ തന്നെ എഴുതുക. 10i + 18i 10 + 18 എത്രയാണ് 28i. ഇവിടെ അടുത്ത 12i². വാല്യൂ എത്രയെന്ന് അറിയാം -1 എന്നറിയാം അല്ലേ. അപ്പോൾ ഇവിടെ 12 × -1 എന്തായിട്ട് മാറും -12. നെക്സ്റ്റ് 1 15 - 12 എത്രയാണ്ടാ 3 + 28i. വളരെ ഈസിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബി പാർട്ട് ക്വസ്റ്റ്യൻ. i - 1 × i + 1. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്ട i × i എന്താണ് i². i × +1 അതായത് 1i, അതായത് വെറും i. 1i എന്ന് പറയുന്നത് എന്താണ്ട i എന്ന് തന്നെയാണ് എൻ്റെ ആൻസർ. അടുത്ത -1 × i -1 × i എന്ന് പറഞ്ഞാൽ എന്താണ്ട അത് -i. അടുത്ത -1 × +1 -1 × +1 എന്താണ്ട 1. ഇവിടെ സിമ്പിളായിട്ട് ഈ +iയും -iയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. i² വാല്യൂ -1 ആണ്. -1 ഇവിടെ എന്താണ്ട -1 -1 എത്രയാണ് ആൻസർ -2. എടാ വളരെ ഈസി അല്ലേ എല്ലാ ക്വസ്റ്റ്യനും. നെക്സ്റ്റ് വൺ സി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ സി പാർട്ട് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ചെയ്യില്ല, നിങ്ങൾ എൻ്റെ ആൻസർ ചെയ്യണം. i × -i എന്ത് കിട്ടും നിങ്ങൾ തന്നെ ചെയ്തേ. അതായത് i × -i അല്ലേ, ഇവിടെ പ്ലസ് ആണ് സിമ്പിൾ. +× -i × i². ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കും, ഞാൻ കണ്ടുപിടിക്കില്ല. സി എന്ന് എന്താണ് മാർക്ക് ചെയ്തിട്ട് എൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം ഇടണം കേട്ടോ. അപ്പോൾ സി ഐ. അടുത്ത ഡി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡി പാർട്ട് ക്വസ്റ്റ്യൻ 1 + 3i × 3 + 4i. അപ്പോൾ 1 × 3 എന്താണ്ടാ 3. അടുത്ത 1 × 4i 4 അപ്പോൾ 4i. നെക്സ്റ്റ് വൺ 3i × 3 എത്രയാണ്ടാ 9 + 9i. നെക്സ്റ്റ് വൺ 3i × 4i 3 × 4 എത്രയാണ് 12 ആണ്. i × i എന്താണ്ട i² ആണ്. അപ്പോൾ 4i + 9i എത്രയാണ്ടാ 13i. ഇവിടെ i² ആണ്. i² വാല്യൂ എന്താണ്ട -1 ആണ് അല്ലേ. i² വാല്യൂ ഇവിടെ -1 ആണ്. അപ്പോൾ 12 × -1 അവിടെ എന്തായിട്ട് മാറും -12 ആയിട്ട് മാറും. നെക്സ്റ്റ് 3 - 12 എത്രയാണ്ട -9 ആണ്. -9 + 13i. ഓക്കെ, ഇപ്പോൾ ഡി ആയി കഴിഞ്ഞു. അടുത്ത ഇ അല്ലേ. ഈ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ് i × 6 + 7i. i × 6 + 7i വളരെ ഈസിയാണ്. i × 6 എന്താണ്ട് i × 6 6i + i × 7i എന്തായിരിക്കും 7i². 7i² എന്ന് പറഞ്ഞാൽ എന്താണ്ട 7 × i² വാല്യൂ -1 7 × -1 -7 ആണ്. അപ്പോൾ 6i - 7 ഇങ്ങനെ എഴുതിയാലും മതി, അറേഞ്ച് ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം ആൻസർ. ഈ റിയൽ പാർട്ടിനടുത്ത് ആദ്യം എഴുതണം. റിയൽ പാർട്ട് -7 ആണ്. അപ്പോൾ -7 + 6i എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഈ ചാപ്റ്ററിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് i + 1 × 2 + i. അപ്പോൾ i × 2 എന്താണ് 2i. i × i എന്താണ്ട i². നെക്സ്റ്റ് 1 × 2 എന്താണ്ട 2. 1 × i എന്താണ് വെറും i + i അല്ലേ. ഇവിടെ നമുക്ക് 2iയും iയും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. 2i + i എന്താണ്ട 3i. അതുപോലെ എന്താണ് i² വാല്യൂ എത്രയാണ് i² വാല്യൂ -1
ലാസ്റ്റ് ഇവിടെ ഒരു +2 കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ 3i അങ്ങനെ തന്നെ എഴുതുക. -1 + 2 എത്രയാണ്? -1 + 2 എത്രയാണ്? 1. അപ്പോൾ +1 ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചർ ആക്കാം. 1 + 3i. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു 30% ഒരു 40% വരുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക? വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.